ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ ആതിനാ അൽ-ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. اللهم صل على محمد وعلى آل محمد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബാൻ റളിയല്ലാഹു അൻഹു എന്ന വിഖ്യാതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദൻ സ്വറഫ മിന സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഇൻസ്വറഫ ഇസ്തഗ്ഫറ സലാസൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇന്റെ 110-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഔ യദ്ലിം നഫ്സഹു, സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപം ചെയ്യുന്നതിലൂടെ ഒരുവൻ അക്രമം കാണിക്കുന്നത് അവന്റെ ശരീരത്തോട് തന്നെയാണ്. ഔ യദ്ലിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിരില്ല, ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, ഒരു മിസ്റ്റേക്ക് ജീവിതത്തിൽ പറ്റിപ്പോയി, തുമ്മ യസ്തഗ്ഫിരില്ല, അതിനുശേഷം അവൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഗഫൂറായും റഹീമായും അവർക്ക് കാണാൻ സാധിക്കുന്ന. ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പേര് കൂടിയാണ് അൽ ഗഫൂർ, പാപം പൊറുക്കുന്നവൻ, റഹീം കാരുണ്യവാൻ. ഒരു തെറ്റൊരാൾക്ക് പറ്റി അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ, അല്ലാഹുവേ എന്റെ പാപം നീ പുറത്തു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ പാപം പൊറുക്കുന്നവനായിക്കൊണ്ട് കാരുണ്യവാനായിക്കൊണ്ട് അവനെ കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ച ഹദീസും രണ്ടാമത് സൂചിപ്പിച്ച ആയത്തുകളൊക്കെ നമുക്ക് വഴികാട്ടി തരുന്നത് ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ മഹത്വമാണ്. നമ്മൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കലി എങ്കിലും സ്വമതയായെങ്കിലും 3 തവണ ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ ഇസ്തിഗ്ഫാർ നടത്താറുള്ളത് എന്നുള്ളത്?
മഹാന്മാരായ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഓരോ ആളുകളും പ്രത്യേകിച്ച് റസൂലുള്ള നിസ്കാര ശേഷം 3 തവണ ഇസ്തിഗ്ഫാർ നടത്താൻ കാരണം നിസ്കാരത്തിലെ വല്ല പാകപ്പിഴവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ, ഖുശൂഇല്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധയില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയുന്നതോടുകൂടി അത് ആ വന്നുപോയ പാകപ്പിഴവുകൾ പുറത്തു നൽകാനുള്ള ഒരു പരിഹാരമായി കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ എല്ലാ മേഖലകളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ സദസ്സിൽ നിന്ന് എണീക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്, കുന്നാ നഉദ്, ഞങ്ങളെ എണ്ണാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, ഒരു സദസ്സിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്ക് 100 തവണ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് വതുബ്, അല്ലാഹുവേ ഞാൻ നിന്നോട് തൗബയെ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട മാസൂമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ നിന്ന് എണീക്കുമ്പോഴേക്ക് റസൂലുള്ളാഹ് 100 തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, എന്റെ കലാമിൽ എന്റെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്നുള്ള ഒരു പാഠമാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലായിടത്തും റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലായിടത്തിലും റസൂലുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് നിറച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം ആരംഭിക്കുമ്പോൾ റസൂലിന്റെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ബഅഇദ് ബൈനി, അല്ലാഹുവേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമുഖ പ്രാർത്ഥനയായിക്കൊണ്ട്, ദുആഉൽ ഇസ്തിഫ്താഹ് ആയിക്കൊണ്ട്, പ്രാരംഭ പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിക്കാറുള്ള പ്രഗൽഭമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബഅഇദ് ബൈനി, അല്ലാഹുവേ എന്നെ അകറ്റിത്തരണേ, വബൈന ഖത്വായായ, എന്നെയും എന്റെ പാപത്തെയും നീ അകറ്റിത്തരണേ, കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, തെക്ക് പടിഞ്ഞാറുകളെ 2 ദിക്കുകളെ നീ അകറ്റിയതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും തമ്മിൽ നീ അകറ്റിത്തരണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്. തീർന്നില്ല, നമ്മളൊക്കെ റുകൂയിൽ ചെല്ലാറുള്ള പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് തുടങ്ങിയ പ്രാർത്ഥനയാണ് റുകൂയിലും സുജൂദിലൊക്കെ ചെല്ലാറുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി ആ പ്രാർത്ഥനയ്ക്ക് പുറമെ സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വബിഹംദിക് നിനക്കാകുന്നു ഹംദ്, അല്ലാഹുമ്മ ഗ്ഫിർലി എനിക്ക് നീ പുറത്തു തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ റുകൂയിൽ ചെല്ലാറുള്ള പ്രാർത്ഥനയ്ക്ക് പുറമെ സുബ്ഹാന റബ്ബിയൽ അലീമും സുബ്ഹാന റബ്ബിയൽ അഅലക്കൊക്കെ പുറമെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയത്ത് റസൂൽ ചെല്ലാറുള്ള പ്രാർത്ഥന ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇഅ്തിദാലിലേക്ക് ഉയർന്നു കഴിഞ്ഞാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയിൽ ഇസ്തിഗ്ഫാർ കടന്നു വന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് സുജൂദിൽ നിന്ന് എണീറ്റ് ഇടയിലെ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മളൊക്കെ ചെല്ലാറുള്ള പ്രാർത്ഥനയിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും, ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ നിസ്കാരം പോലും ഇസ്തിഗ്ഫാർ കൊണ്ട് പൊതിഞ്ഞതായിരുന്നു എന്നുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലും ഇസ്തിഗ്ഫാർ ആയിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിഖ്യാതനായ ഹദീസ് പണ്ഡിതനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, മറഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, കസീറൻ മിൻ അയ്യഖൂൽ, ധാരാളമായി കൊണ്ട് ഇങ്ങനെ പറയുന്നവനായി കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ റസൂലുള്ളയെ അല്ലാതെ കണ്ടിട്ടില്ല. റസൂലുള്ള എന്താണ് ധാരാളമായി കൊണ്ട് പറഞ്ഞിരുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് എനിക്കൊന്ന് പുറത്തു തരണേ പഠിച്ചോനെ, വഅതൂബു ഇലൈഹി, എൻ്റെ തൗബ നീ സ്വീകരിക്കണേ, ഞാൻ നിന്നിലേക്ക് തൗബ ചൊല്ലി മടങ്ങുകയാണ് എന്ന് ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത പാപമുക്തനായ പാപസുരക്ഷിതനായ മഅസൂം എന്ന വിശേഷണം ലഭിക്കപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം ഇസ്തിഗ്ഫാറിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാറിന് പ്രാധാന്യം കൊടുക്കണം? നമുക്ക് തന്നെ അറിയാം, ഒരു ദിവസം എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒന്നും പറയണ്ട, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, അറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കുപോലും സൂക്ഷിച്ച് ഉപയോഗിക്കാറുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ കുറിച്ച് ഹദീസിൽ കാണാം, ഒരു മുത്തെണ്ണുന്നത് പോലെ റസൂലുള്ളാഹിയുടെ വാക്കുകൾ എണ്ണിയെടുക്കാമായിരുന്നു എന്നുള്ളത്. വളരെ സൂക്ഷ്മതയോടെ സംസാരിച്ച വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി. റസൂലുള്ളാഹിയോട് ആരെങ്കിലും സംശയം ചോദിച്ചു വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയില്ലെങ്കിൽ റസൂലുള്ളാഹി മൗനം പാലിക്കും. ഒന്നും രണ്ടും മൂന്നും തവണ ചോദിച്ചാൽ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി മൗനം പാലിക്കും. അറിയാത്തതൊന്നും റസൂലുള്ളാഹി സംസാരിക്കലില്ല. വഹീ കാത്തിരിക്കും. വഹീ വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് റൂഹ് എന്താണെന്ന് ചോദിച്ചു. എന്താണ് റൂഹ്? മനി റൂഹ്, എന്താണ് റൂഹ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല മറുപടി പറയാൻ. റസൂലുള്ളാഹി മൗനം പാലിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ ഇറക്കി പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് യസ്അലൂനക അനിർ റൂഹ് എന്ന് ആരംഭിക്കുന്ന ആയത്ത് ഖുർആനിൽ അവതരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ ഇറങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. ആയിഷ ബീവി ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കയായ ഭാര്യയാണ്. ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ മറ്റൊരു ഭാര്യയെ കുറിച്ച് ഒരു ചെറിയൊരു അബദ്ധം പറഞ്ഞുപോയി. കുള്ളത്തി എന്ന അർത്ഥം വരുന്ന രീതിയിൽ ആയിഷ ബീവി പറഞ്ഞു പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ പറഞ്ഞ വാക്ക്, ഈ ഒരു പരിഹാസം, ഈ കുള്ളത്തി എന്ന വാക്ക് അവൾക്ക് ഇഷ്ടമില്ലാത്ത, അവളെ വിളിക്കുന്ന നീ ആ വാക്കുണ്ടല്ലോ, നീ ഒരു വട്ടം ഉപയോഗിച്ച്. ആയിഷ ബീവി ഒരു വട്ടം പറഞ്ഞു. ഒരു റസൂലുള്ളാഹിയുടെ മറ്റൊരു ഭാര്യയെ കുറിച്ച് ഒന്ന് കുള്ളത്തി എന്ന് പറഞ്ഞു പോയതാണ്. ഒരു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണ് കുള്ളത്തി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയാ, ആ വാക്കെങ്ങാനും കടലിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ആ കടൽ മുഴുവനും മലിനമായി പോവും ആയിഷ, അത്രയും ഗൗരവമായ സംസാരം നീ പറഞ്ഞിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആയിഷ ബീവിക്ക്. ആയിഷ ബീവിക്ക് ആരാ? റസൂലുള്ളാഹിയുടെ ഭാര്യ. നമ്മുടെ ഉമ്മാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്രഗൽഭ ആയിഷ ബിൻത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ ആരാ? റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്ന ആയിഷക്ക്. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ നാമങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ആൾക്കാർക്ക് നമ്മൾ വേദന നൽകിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പറയാ ഇന്റെ ശൈലി ഇങ്ങനെയാന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനൊന്നും അല്ല. ഇപ്പോ റസൂലുള്ളാഹി നമ്മുടെ ആയിഷ ബീവിക്ക് തിരിച്ചു മറുപടി പറഞ്ഞൂടെ, എന്റെ ശൈലി ഇങ്ങനെ, ഞാൻ ചില സംസാരത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഗൗരവക്കാര് കുറെ ആൾക്കാർ പറയുന്ന ന്യായം അതൊന്നും ശരിയില്ല. റസൂലുള്ളാഹി തിരുത്തി കൊടുക്കുന്ന, ആരാ തിരുത്തുന്ന? റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തിരുത്തി കൊടുക്കുന്നത് ആയിഷ ബീവിക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്ത, നീ പറഞ്ഞ വാക്ക് പിൻവലിക്കണം ആയിഷ, ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹിനോട് തൗബ ചെല്ലണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തെറ്റാണ് എന്ന് ആയിഷ ബീവിക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറഞ്ഞു വരും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മളൊക്കെ ചെയ്ത് വലിയ തെറ്റാണ്. അറിവ് നേടാൻ നമ്മൾക്ക് പലർക്കും മടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഓടി കിതച്ചെത്തും. പക്ഷേ അറിവ് നേടുന്ന സദസ്സുകളിലായിക്കോട്ടെ, അറിവിന്റെ മഹത്വം അറിവ് പറയുന്ന സദസ്സുകളിൽ നമ്മളെ എത്താറില്ല എന്നുള്ളത് അതുപോലും ഒരു തെറ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അറിവ് നേടുക എന്നുള്ളത്, നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ അറിവുകളും നേടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് നിർബന്ധമുള്ള എന്തൊക്കെ അറിവുകളുണ്ട്? നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി പഠിക്കണം. ഖുർആൻ ഓതൽ നിർബന്ധമാണ്. ഖുർആൻ ഓതുന്ന നിയമങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ കച്ചവട മാർഗത്തിൽ ഇറങ്ങുന്ന ആളുകളെ കച്ചവടത്തിന്റെ നിയമം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നും നമ്മൾ ഇടവൈകുന്ന ആളുകളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട നിയമം നമ്മൾ പഠിക്കണം. അനന്തരാവകാശം കൊടുക്കാനാകുന്ന സമയത്ത് ആ നിയമം നമ്മൾ അറിയുന്ന ഭാഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിലൊക്കെ ഇടപെടേണ്ടി വരുമോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അത് നമ്മൾ വീഴ്ച വരുത്താറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എത്ര ആൾക്കാരോട് എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സംസാരം പോട്ടെ, നമ്മുടെ മുഖഭാവത്തിന്റെ അവസ്ഥകൾ, നമ്മൾ പലപ്പോഴും ഇടപാടുകളിൽ, സംസാരത്തിൽ, അങ്ങനെ ഒരുപാട് വിഷയത്തിൽ പല പാകപ്പിഴവുകളും പറ്റിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പുറത്തു നൽകുമാറാകട്ടെ. പക്ഷേ നമ്മൾ ഇതൊക്കെ പുറത്തു തരാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ എടുത്ത് ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് കേട്ട ഹദീസാണ്. റസൂൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 70 തവണയും 100 തവണയൊക്കെ ഇസ്തിഗ്ഫാർ റസൂൽ ഒരു ദിവസം നടത്തി എന്ന് പറയുമ്പോൾ ആ ഹദീസൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു എന്നല്ലാതെ ആ ഹദീസുകൾ കേട്ടതിന് ശേഷം എന്ത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് വന്ന അവസാന വാക്കുകളാണ് അല്ലാഹുമ്മ ഗ്ഫിർലി. പടച്ചോനെ എനിക്ക് പുറത്തു തരണം. ആരാ പറയുന്നത്? റസൂലുള്ളാഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഒക്കെ എത്ര കേട്ടാ നമ്മൾ. റസൂലുള്ളാഹിയേക്കാൾ നല്ലൊരു മനുഷ്യൻ ലോകത്തിന് വരാനില്ല, ഇനി വരില്ല, വന്നിട്ടുമില്ല.
എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ നമ്മുടെ നേതാവാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിക്കാൻ കിടക്കുമ്പോൾ ഒന്നാമത് അവസാന വാക്ക് റസൂലുള്ളാഹിയുടെ അല്ലാഹുമ്മ ഗഫിർലി, എനിക്കൊന്ന് പുറത്തു തരണേ പടച്ചോനെ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താ അറിയോ? വർഹംനി, എന്നോട് റഹ്മത്ത് കാണിക്കണേ പടച്ചോനെ, എന്നോട് നീ കരുണ കാണിക്കണേ പടച്ചോനെ, വഅൽഹിഖ്നി, എന്നെ നീ ചേർത്തേണമേ നാഥാ ബിർറഫീഖിൽ അഅല, ഉന്നതനായ കൂട്ടുകാരനാകുന്ന നിന്നിലേക്ക് എന്നെ നീ ചേർത്തേണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷമാണ് റസൂലുള്ളാഹി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ള പോലും, അതാണ് ഹൈലൈറ്റ്, റസൂലുള്ള പോലും മരിക്കാൻ കിടക്കുമ്പോൾ പോലും റസൂലുള്ള ആവർത്തിച്ച വാക്ക് അല്ലാഹുമ്മ ഗഫിർലി, പുറത്തു തരണം എന്നുള്ളതാണ്. ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹദീസ് പണ്ഡിതൻ, സൗദിയിലെ ഹദീസ് പണ്ഡിതൻ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിദഹുല്ലാഹ് പറയുകയാണ്, ഒരാൾ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ധാരാളമായിക്കൊണ്ട് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്തായിക്കൊണ്ട് മരണസമയത്ത്, അവന്റെ ആഖിബത്തിന്റെ പര്യവസാനത്തിന്റെ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇസ്തിഗ്ഫാറിനുള്ള ഭാഗ്യം കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നുവോ അതേപോലെയായിരിക്കും നമ്മുടെ ആഖിബത്ത് എന്നുള്ളത്. നമ്മുടെ ആഖിബത്ത് നന്നാവാൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. സ്വലാഹുൽ അമൽ, നല്ല അമൽ ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആഖിബത്ത് കൊടുക്കുക. ആഖിബത്ത് നന്നാവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുകൂടി ഇസ്ലാമിലെ നിർദ്ദേശമുണ്ട്. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്ന ഒരുവൻ, തെറ്റുകൾ സ്വാഭാവികമാണ്. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാവർക്കും തെറ്റുപറ്റിപ്പോകും, പക്ഷേ ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മരിക്കുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകുമെന്ന് ഉലമാക്കൾ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശഅനുഹു അളീം, ഗൗരവപ്പെട്ട വിഷയമാണ്. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ, ആ സമയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഇസ്തിഗ്ഫാർ ആയിരുന്നു. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ അദബ് പഠിപ്പിച്ചപ്പോഴും ഒന്നാമതായിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞത്, ഒന്നാമതായിക്കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുവേ, ഞാൻ രഹസ്യമായി ചെയ്ത തെറ്റുകൾ, ആരുമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ഞാൻ പരസ്യമായി ചെയ്ത തെറ്റുകൾ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, അതൊക്കെ പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള, ഇസ്തിഗ്ഫാറിന് ഒരുപാട് സമറാത്തുകളുണ്ട്. സമറാത്തുഹു അളീമ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗം, അതിന് ഇസ്തിഗ്ഫാർ വേണമെന്ന് ഒന്നും വേണ്ട. ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക, എന്താ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? ഫാത്തിഹയും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുള്ള എന്താ? റസൂലുള്ള പറഞ്ഞെന്താ? 40 തൗഹീദുള്ള ആൾക്കാർ, 40 തൗഹീദുള്ള ആളുകള് ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ നടത്തി കഴിഞ്ഞാൽ, മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ 40 ആൾക്കാരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്ന, എന്ത് ശുപാർശയായി 40 തൗഹീദുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻ. 3 ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹ് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹം, അല്ലാഹു ഇതിനോട് കാരുണ്യം കാണിക്കുക. വഅഫു അൻ, വിട്ടുവീഴ്ച കാണിക്കണേ അല്ലാഹ്. പിന്നെന്താ? അതേപോലെ തന്നെ അല്ലാഹുമ്മ ഗ്സിൽ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ നീ കഴുകിക്കളയണേ. കമാ യുനഖ്ഖ സൗബുൽ അബ്യദു മിനദ് ദനസ്, ഒരു വെള്ള വസ്ത്രം അത് കറയിൽ നിന്ന് കഴുകപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ പാപത്തിൽ നിന്ന് അദ്ദേഹത്തെ നീ കഴുകണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിസ്കരിച്ചതിന് ശേഷമേ ആ മയ്യത്ത് പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നുള്ളൂ. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ആലോചിച്ചു. എവിടെയും ഇസ്തിഗ്ഫാർ ആണ് ഖാത്തിമത്തായിക്കൊള്ളേ. മരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ള പ്രാർത്ഥിച്ചത് ഇസ്തിഗ്ഫാറാണ്. പിന്നെ ഖബറിലേക്ക് വെക്കുമ്പോ അത് അവസാന ഘട്ടമാണ്. അതിന്റെ ശേഷം പിന്നെ ആ മനുഷ്യനാരും കാണൂല. ആ സമയത്ത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ് ഒരാളെ ഖബറിലേക്ക് വെക്കേണ്ടത്. ഇസ്തിഗ്ഫാർ പറഞ്ഞതിന് ശേഷം, മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് ഒരാളെ ഖബറിലേക്ക് വെക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരു മയ്യത്തിന് വേണ്ടി ആരും നിസ്കരിക്കാനില്ലെങ്കിൽ, അത് എത്ര ദൂരത്തുള്ള മയ്യത്താണെങ്കിലും ആ മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കണം എന്നാണ്.
എന്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കണം? ആ ഇസ്തിഗ്ഫാർ കിട്ടിയിട്ടാണ് അദ്ദേഹം ഖബറിലേക്ക് പോകേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇസ്തിഗ്ഫാറിന് അത്രയും മഹത്വം ഒന്നും എല്ലാം നമ്മൾ ആലോചിച്ച് മയ്യത്ത് നിസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്തിഗ്ഫാറാണ്. എല്ലാത്തിലും റസൂലുള്ള മുൻഗണന കൊടുത്ത് പാപമോചനം 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 എന്നുള്ളത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഗണന കൊടുത്തു. ഒന്നും വേണ്ട, റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ, ഒരു തെറ്റുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക, നന്മയെ കൊണ്ട് ആ തെറ്റിനെ പിന്തുടരുകയാണ്. എന്താ ഉപകാരം? നന്മ ആ തെറ്റിനെ മായ്ച്ചു കളയുന്ന, നന്മ തെറ്റിനെ വായിച്ചു കളയും. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തെറ്റുകാരനായിക്കൊണ്ട് മുന്നോട്ട് പോവല്ലേ, അത് സ്വർഗത്തിലേക്കുള്ള തടസ്സമാണ് എന്നുള്ളതാണ് ഈ ഹദീസുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒന്നും വേണ്ട, ഒരാള് ഹജ്ജ് ചെയ്താൽ എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂലി? കയ്യൗമി വലദത്ഹു ഉമ്മു, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച ഉടനെ ഒരു തെറ്റുമില്ലാതെയാണ് പ്രസവിച്ചു വീഴുക. അതേപോലെ ഒരു പാപവുമില്ലാത്ത അവസ്ഥയിൽ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ അങ്ങനെയാണെന്ന് പാപമില്ലാതാവുന്ന ഒരു ഹജ്ജിനുള്ള പ്രതിഫലം പടച്ചോൻ പ്രഖ്യാപിച്ചത് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനാണ്. ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ പാപമോചനാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഹജ്ജിന് പോയ മുലാസമത്തുൽ ഇസ്തിഗ്ഫാർ, ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തണം, ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തിഗ്ഫാർ നടത്തിയ ഒരുപാട് ഉപകാരമുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി വിഖ്യാതനായ പണ്ഡിതനാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുക. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും, ശക്കാ റജുലുൻ, ഒരു വ്യക്തി വന്നുകൊണ്ട് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയാണ്, ഞങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് നിങ്ങളൊന്ന് പരിഹരിച്ചു തരണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വന്നിട്ട് ഒരു ആവലാതി ബോധിപ്പിക്കുകയാണ്. ശക്കാ റജുലുൻ ഇലാ ഹസനിൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ജഫാഫ ബുസ്താനിഹി, അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നമ്മൾ ഏറെ മർമ്മപ്രധാനമായി കേൾക്കേണ്ട ഒരു കഥയാണ്. എന്റെ തോട്ടം വരണ്ട് കിടക്കുകയാണ്, അതിൽ വിളകളൊന്നുമില്ല, ഞാൻ കഷ്ടപ്പാടിലാണ്. നമ്മളൊക്കെ നേരിടുന്നതാണ് കച്ചവടം ഇടിഞ്ഞു കൊണ്ടിരിക്കുക എന്നൊക്കെ ആവലാതി പറയുന്ന ആൾക്കാരാണ് നമ്മൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തും ഇങ്ങനെ ഒരു പരാതി ഒന്ന് പറഞ്ഞു, എന്റെ കച്ചവടം, എന്റെ ജീവിത മാർഗമായ എന്റെ പൂന്തോട്ടം അത് വരൾച്ച ബാധിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്തിൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി പ്രസിദ്ധമാണ്. ഹസനുൽ ബസ്രി പറഞ്ഞ എന്താ പറയുക, ഇസ്തഗ്ഫിരില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ, ഇങ്ങനത്തെ ഒരു പരാതി പറഞ്ഞപ്പോ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. വേറൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ജദൂബയുണ്ട്, ഞങ്ങൾക്ക് വേറൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾക്ക് ഫഖറുണ്ട്, ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പ്രശ്നം പറഞ്ഞപ്പോ അങ്ങനെ ഒരു അവരാധി വന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത്. നമ്മളൊക്കെ ഒരു ദരിദ്രം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ബിസിനസ് പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിന്റെ പ്രശ്നത്തിനും പരിഹാരം നീ തേടേണ്ടത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. അപ്പൊ രണ്ട് മനുഷ്യന്മാർ ഈ പരാതിയും പറഞ്ഞ് അതിന്റെ സൊല്യൂഷൻ കിട്ടിപ്പോയപ്പോൾ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഈ വന്ന ആൾക്കാരുടെ ഓരൊക്കെ വ്യത്യസ്ത പ്രശ്നങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത്, വ്യത്യസ്ത പ്രശ്നങ്ങളാണ് ചോദിച്ചത്, പക്ഷെ നിങ്ങൾ അവർക്കൊക്കെ കൊടുത്ത മറുപടി ഇസ്തഗ്ഫിരില്ല എന്നുള്ള ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്ന ഇതുമായി ബന്ധമില്ലാത്ത ഒരു കോമൺ ആയ ഉത്തരാണ് നമ്മൾ കൊടുത്തത് എന്ന രീതിയിൽ ആ സദസ്സിൽപ്പെട്ട ഒരു വ്യക്തി മറുപടി കൊടുത്ത സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൻ നൂഹിലെ ആയത്ത് ഓതുകയാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറ. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം നമ്മൾ നല്ലോണം കേൾക്കണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉഷാറായിട്ട് മഴ തരും. ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ യുർസിലിസ് സമാഅ, ആകാശത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ഇറക്കി തരും. അലൈക്കും മിദ്റാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായി കൊണ്ട് പഠിപ്പിച്ചില്ല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തരുന്ന. നമുക്കറിയാം, ഇവിടെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഖുതുബയിൽ നടക്കാറുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ അഗ്ഥിനാ, ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പണ്ഡിതന്മാർ അവസാനം പ്രാർത്ഥിക്കൽ എന്താ, അല്ലാഹുവേ ഞങ്ങളുടെ പാപം പുറത്തു തരണം. എന്തിനാണ്? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പാപമോചനം എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ?
ഞങ്ങളുടെ പാപങ്ങൾ മുഖേന ഞങ്ങളുടെ ഫضലുകളെ, ഞങ്ങളുടെ മഴയെ നീ തടയല്ല റബ്ബേ, ഞങ്ങളുടെ പാപം പുറത്തരണേ എന്ന് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള കാരണം ഈ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നമ്മുടെ പാപങ്ങൾ കാരണം നമ്മുടെ നിഅമത്തുകൾ പോലും തടയപ്പെടും എന്നൊരു ഗുണപാഠം കൂടി ഈ ആയത്ത് നമുക്ക് കിട്ടാറുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായിക്കൊണ്ട് സൂറത്തു നൂഹിൽ കാണാം, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കൊണ്ട് മഴ തരും. വയുംദിദുകും ബിഅംവാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായിക്കൊണ്ട് പണം ഉണ്ടാക്കാൻ ഒരുപാട് വഴി തേടുന്ന ആളുകളാണ് നമ്മൾ. ഹലാലായ മാർഗത്തിലൂടെ ധാരാളമായിക്കൊണ്ട് പണം സമ്പാദിക്കുന്ന ആളുകളാണ്. ഇനിയും പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കൂടുതലും ഞാനടക്കം നമ്മളൊക്കെ ചിന്തിക്കല് ഇനി അടുത്ത് എങ്ങനെ പുതിയ ജോലി നേടാം, എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ നേടാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ ഓപ്ഷനൊക്കെ നമ്മൾ അന്വേഷിക്കണം. നല്ല ബെറ്റർ സാലറിയുടെ ഓപ്ഷനൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു നൂഹിൽ പറഞ്ഞ സൊല്യൂഷൻ കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം. നല്ല അപ്ഗ്രഡേഷന് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധി നൽകണമെങ്കിൽ എല്ലാം പഠിച്ചാനാണ് തരേണ്ടത്. ഈ ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും കുറെ അധ്വാനിച്ചിട്ട് കാര്യം ചെയ്യാലോ, പഠിച്ചോ വിചാരിച്ചതൊക്കെ കിട്ടുള്ളൂ. ഇസ്തിഗ്ഫാർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തിൽ വർധനവ് തരുന്നു. അഥവാ നമ്മൾ സമ്പത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ കാര്യം മറന്നുപോയി, അല്ലാഹുവിനോട് ചോദിക്കാൻ വിട്ടുപോയി. ധാരാളമായിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്താ ചെലവില്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. പഠിച്ചോൻ എന്തൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്? ഇസ്തിഗ്ഫാർ പാപമോചനം തരും, മഴ തരും, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, ധാരാളം ധനവും മക്കളെയും തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ചില ആൾക്കാർ മക്കളില്ലാതെ സങ്കടപ്പെടാറുണ്ട്. മക്കൾ എന്നുള്ളത് നമുക്കറിയാം, മക്കളുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. ഖുറത്തു അഅ്യുൻ, നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ് മക്കൾ എന്നുള്ളത്. ചില ആൾക്കാർ മക്കളുടെ കുറവ് മൂലമോ മക്കളില്ലായ്മയിലോ സങ്കടപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന മറുപടി സൊല്യൂഷൻ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നമ്മളറിയാം, മക്കളില്ലാണ്ടാവുമ്പോൾ പലരും ചികിത്സ തേടും. പക്ഷെ അവിടെയും ആരും ചിന്തിക്കാറില്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ പോലും ഇങ്ങനെ തേടിയിട്ടുണ്ട്, ആലോചിച്ചു. നമ്മളൊക്കെ ചികിത്സന്റെ വൈകിട്ട് പോകും. അങ്ങനെ പോകണ്ടെന്നൊന്നല്ല, പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സൊല്യൂഷൻ കൂടി ഖുർആനിലുണ്ടല്ലോ. പടച്ചോൻ പറഞ്ഞ ഉറപ്പാണല്ലോ അത് ഉണ്ടാവുന്നുള്ളത്. പടച്ചോൻ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ തരുമല്ലോ. പടച്ചോൻ കളവ് പറയൂലല്ലോ. പടച്ചോൻ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായിക്കൊണ്ട് കുട്ടികളെ തരുന്നു പറഞ്ഞാൽ പടച്ചോൻ തരും. പക്ഷെ ഒരു ചികിത്സന്റെ ഭാഗം ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കുട്ടീനെ എന്തായാലും ഉണ്ടാവും ഈ മരുന്നിന്റെ ഭാഗം. ഡോക്ടർക്ക് പോലും പറഞ്ഞുതരാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞാൽ തന്നെ പഠിച്ചോ വിചാരിക്കാണ്ട് കിട്ടൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൊല്യൂഷൻ കൂടി എപ്പോഴും നമ്മുടെ ഏത് ഭൗതിക സാഹചര്യങ്ങൾ തേടിപ്പോകുമ്പോഴും അല്ലാഹ് പറഞ്ഞ സൊല്യൂഷൻ കൂടി നമ്മൾ ചേർത്ത് വെക്കണം. ധാരാളം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വയജഅൽ ലക്കും ജന്നാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ നാലാമത്തെ മഹത്വം പറയാ, വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് ജന്നാത്ത് നൽകും. വയജഅൽ ലക്കും അൻഹാറ, നദികളെ നൽകും, ധാരാളം പൂന്തോട്ടങ്ങൾ, സ്വർഗം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര സമൃദ്ധി! വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടങ്ങൾ നൽകും. വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് നദികൾ നൽകും, ധാരാളം സമൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിലൂടെ 5 കാര്യങ്ങൾ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പഠിപ്പിച്ചു. ഇതിലൊന്നും പാപമോചനം പറഞ്ഞിട്ടില്ല. പാപമോചനക്ക് വേറെ ആയത്തിൽ ഇനിയും പറയുന്നുണ്ട്. ഒരു ഇസ്തിഗ്ഫാറും ഉണ്ട്, ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഒറ്റവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന 5 കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന 5 കാര്യങ്ങളാണ്. മഴ നൽകും, സമ്പത്തിൽ വർധനവ് നൽകും, മക്കളിൽ വർധനവ് നൽകും, ധാരാളം അനുഗ്രഹങ്ങൾ, സമൃദ്ധി, തോട്ടങ്ങൾ, സ്വർഗം, അൻഹാർ, പുഴകൾ, നദികൾ. അങ്ങനെ അഥവാ സ്വർഗത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തോട്ടങ്ങളും നദികളും നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സ്വർഗം പോലും കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണേ. ആലോചിച്ചു, ഇസ്തിഗ്ഫാറിന്റെ ഒരു പവർ ആലോചിച്ച് നോക്കി. ഇസ്തിഗ്ഫാറിന്റെ പവർ, ഇസ്തിഗ്ഫാറിനേക്കാളും പവറുള്ള വേറെ എന്താ? അങ്ങനെ കേട്ടു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടുന്ന ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യൻ നേരിടാനുള്ള പ്രശ്നം എന്താ? ഒന്നും സാമ്പത്തിക ബുദ്ധിമുട്ട്, അയാളുടെ പരിഹാരത്തിനുണ്ട്. ഒന്നുകിൽ മക്കളില്ലാതെ കുറെ സമ്പത്ത് ഉണ്ടാവും, മക്കൾ ഉണ്ടാവില്ല എന്ന് പറയും. അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കുന്നു. സമ്പത്തിനും പിന്നെ അതേപോലെ തന്നെ മഴ, നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്.
അതിനും ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറിനെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ. ജനങ്ങൾക്ക് പരീക്ഷണം ഇറങ്ങി വരാനുള്ള കാരണം ഇല്ലാ ബിദംബിൻ, അവരവർ ചെയ്ത പാപങ്ങളുടെ കാരണം കൊണ്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം ഇട്ടിരുന്നത്. അഥവാ നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചതും നമ്മളിപ്പോ ബഹ്റൈനിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ മഴ കിട്ടാതെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു മറുവശം ഉണ്ട്. പഠിച്ചോനെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട, വ്യക്തിപരമായി ചിന്തിക്കേണ്ട, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കണ്ട. ഇവിടെ രാജ്യത്തിൽ ഇങ്ങനെ കുറെ ഹറാമുകൾ നടമാടുന്നത് കൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വ്യക്തികളിലേക്ക് ചിന്തിക്കുക. പഠിച്ചോനെ, ഞാൻ എന്ന വ്യക്തി, എന്നെ പോലുള്ള പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ കാരണമാണോ അല്ലാഹുവേ ഈ മഴ കിട്ടാത്ത എന്ന് നമ്മൾ ചിന്തിച്ച പ്രശ്നം തീർന്നു. നമ്മുടെ വ്യക്തിയിലേക്ക് നോക്കും, സമൂഹത്തിലേക്ക്. പല ആൾക്കാരും എവിടെ പോയി കഴിഞ്ഞാലും നാടിനെയും ആ രാജ്യത്തെയും മാർക്കിടുന്ന തിരക്കിലേക്ക് പലരും പറയാറുണ്ട്, ഈ രാജ്യത്ത് ആ GCC കൺട്രീസിൽ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും. അതൊക്കെ സ്വാഭാവികം. നമുക്ക് ഇപ്പൊ പരസ്യമായിട്ട് അതിനെ എതിർക്കാനൊന്നും വകുപ്പില്ലല്ലോ. നമ്മൾ മൗനം പാലിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നിർത്തലാക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നമ്മൾ ഒരിക്കലും ഒരു അനുഗ്രഹം തടയപ്പെടാൻ കാരണം സമൂഹത്തിൽ അതിങ്ങനെ സംഭവിക്കുന്നുണ്ട്, പഠിച്ചോണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാലോചിച്ച് ആവരാതിപ്പെടാതെ നമ്മുടെ വ്യക്തിയിലേക്ക് നോക്കുക. നമ്മളെന്ന വ്യക്തിയാവാം ചിലപ്പോൾ ഈ മഴകളൊക്കെ തടയപ്പെടാൻ കാരണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മളെന്ന വ്യക്തിയുടെ പ്രശ്നമായിരിക്കാം, നമ്മളെന്ന വ്യക്തിയുടെ നാവിൻ്റെതോ നമ്മളെന്ന വ്യക്തിയുടെ വ്യക്തിശുദ്ധിയുടെയോ പ്രശ്നമായിരിക്കാം ഈ മഴകൾ തടയപ്പെടാൻ എന്ന് ചിന്തിക്കണം. നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കല്. 2-3 വെള്ളപ്പൊക്കം വന്നു, 1-2 ഉരുൾപൊട്ടൽ നടന്നു. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മളൊക്കെ എപ്പോഴും ന്യൂസിന്റെ രീതിയിലാണ് ചിന്തിക്കുക. അതവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു, ആ ഏരിയക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത് അതൊക്കെ സത്യമായിരിക്കാം, അതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ നസല ബലാഉൻ, ഒരു ബലാവും ഒരു പരീക്ഷണവും ഉമ്മത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല ഇല്ലാ ബിദംബിൻ, അവരവർ ചെയ്ത തെറ്റിന്റെ ഫലമായി കൊണ്ടല്ലാതെ. എന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറയാ, വമാ റഫഅ ഇല്ലാ ബിതൗബ, ആ പരീക്ഷണം ഉയർത്തപ്പെടും ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ ആ പരീക്ഷണം ഉയർത്തപ്പെടൂല. ആ പരീക്ഷണം ഉയർത്തപ്പെടണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ലിയുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കുകയില്ല. റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, റസൂലേ നിങ്ങൾ ആ സമൂഹത്തിലുള്ളിടത്തോളം കാലം അവരെ നാം ശിക്ഷിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യമുണ്ട്. ഈ ആയത്ത് സൂറത്തു അൻഫാലിലെ 33-ാമത്തെ ആയത്ത് 2 അമാനാൻ, 2 സുരക്ഷിത കവചങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിരുന്നു. സൂറത്തു അൻഫാലിലെ 33-ാമത്തെ ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുസ് സ്വഹാബ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്തിന്റെ അടിക്കുറിപ്പായിക്കൊണ്ട് ഈ ആയത്ത് 2 കവചങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കവചം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ അദാബ് ഇറങ്ങൂലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഒന്നാമത്തെ സുരക്ഷാ കവചം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ സുരക്ഷാ കവചത്തെ കുറിച്ച് പറയാ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ശിക്ഷ ഇറക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അദാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. പലരും അല്ലാഹു സുബ്ഹാനഹു ശിക്ഷിച്ചിട്ടുമുണ്ട്. അതിനുള്ള കാരണം ഈ ഒരു ആയത്തിലുണ്ട്, അവർ ഇസ്തിഗ്ഫാറിൽ പിന്നോക്കമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവർ തെറ്റിൽ മുൻപന്തിയിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറിൽ അവരില്ലായിരുന്നു എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഇതുകൂടി ചേർത്ത് വായിക്കുക. ഹമറാത്തു ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മഹത്വമായി കൊണ്ട് ചേർത്ത് വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നിർത്തി തരുന്ന ശിക്ഷ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഫിർഔന് വന്ന ശിക്ഷ, സമൂദ് ഗോത്രത്തിനും ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനൊക്കെ ഘോരമായ ശബ്ദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴടക്കിയ സമൂഹങ്ങളുണ്ട്.
ഭൂമി കീഴ്മേൽ മറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വെള്ളപ്പൊക്കം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമൂഹത്തെയും ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷണ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ സൂറത്തുൽ ഫജ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന സൂറത്ത് നമ്മൾ ഓതി വെക്കും. അതിനെ ആശയം എടുക്കാൻ നമ്മൾ എന്താക്കുക, മാനി മൗലവിയുടെ തഫ്സീറൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസബ്ബ അലൈഹിം സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി അവരുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ഒരു ശിക്ഷ നൽകിയിട്ടില്ലാലോ. ആലോചിക്കുക, നമ്മൾ എത്ര സുരക്ഷിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് വെച്ചാൽ അമ്നാണ്, നിർഭയത്വം. ഭയമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക്. അള്ളാഹിന്റെ ശിക്ഷ പേടിക്കണ്ട. അള്ളാഹിന്റെ ശിക്ഷ മാത്രമല്ല, എത്ര ആൾക്കാര് ഒന്നും വേണ്ട നോർത്ത് ഇന്ത്യ എടുക്കുക, എന്താ അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ? ഒരു മര്യാദയ്ക്ക് സുജൂദ് ചെയ്യാൻ പോലും കഴിയില്ല. പക്ഷെ നമ്മൾ ആലോചിച്ചു എവിടെ പോയാൽ അൽഹംദുലില്ലാ, നമ്മുടെ കേരളത്തിൽ പോയാൽ എവിടെ നമുക്ക് സുജൂദ് ചെയ്തുകൂടെ? അൽഹംദുലില്ലാ. ഇപ്പൊ ബഹ്റൈനിലായിക്കോട്ടെ, എവിടെയും നമുക്ക് സുജൂദ് ചെയ്തുകൂടെ? അൽഹംദുലില്ലാ. എത്ര സുന്ദരമായ രാജ്യം. നമ്മൾ ജീവിക്കുന്ന സുഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കഷ്ടതകൾ പറയാൻ പലർക്കും ഉണ്ടാവും, പക്ഷെ അൽഹംദുലില്ലാ എന്നാലും നിർഭയത്വത്തോ ഇങ്ങനെ കാട്ടി വലിയ തൗഫീക്ക് വേറെ എത്ര പൈസ ഉണ്ടായിട്ട് കാര്യം എന്താ? ഫലസ്തീന്റെ ഉമ്മത്തിന് നമുക്കറിയാം, എത്ര പൈസക്കാരുണ്ടാവും ഉമ്മത്തിന്. കാര്യം നോക്കി ജീവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. നിർഭയത്വമില്ല, അമ്മില്ലെങ്കിൽ പിന്നെ എത്ര നിഅമത്ത് കിട്ടിയിട്ടെന്താ? എത്ര കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടിയിട്ടെന്താ? എത്ര കൊട്ടാര സമുച്ചമായ വീടുള്ള ആൾക്കാർ ഫലസ്തീനിലുണ്ട്, അഥവാ പണക്കാരായ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകേണ്ട ഏറ്റവും വലിയൊരു നിഅമത്ത് എന്നുള്ള അമ്നാണ്, നിർഭയ, ഒരു ഭയമില്ലാണ്ട് ജീവിക്കുക. എപ്പോഴും പടച്ചോനെ എപ്പോഴാ അവിടെ മിസൈൽ വീഴുക, ബോംബ് വീഴുക എന്നിങ്ങനെ ആരും ടെൻഷൻ അടിച്ച് ജീവിച്ചോന് ഒരു ഇറച്ചി, ഒരു കഷ്ണം ചപ്പാത്തി ഒരു വായിടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്തായി നമ്മൾ തിരിച്ചേണ്ട അമ്നാണ്. നമ്മൾ പോലും ഗഫലത്തായിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അമ്നി എന്ന ഒറ്റ നിർഭയത്വം എന്ന അല്ലാഹ് തന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ എത്ര പേര് ഒന്ന് ഒഴിഞ്ഞെന്ന് ചിന്തിച്ചിട്ടുണ്ട്? പഠിച്ചോനെ, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇഷ്ടമുള്ളതുപോലെ അള്ളാഹിന്റെ നിഅമത്തുകൾ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ജോലി ഉണ്ട്. അൽഹംദുലില്ലാ. നമുക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹ് എത്ര ആൾക്കാർ കഷ്ടപ്പെട്ട്, നമ്മളൊന്നും വേണ്ട. ഇന്നലെ കുറച്ചു ദിവസം പോയി അൽഹിദായ പള്ളിയിൽ പോയപ്പോ ഒരു മോന് പാപ്പാനെ പിടിച്ചു വരിക, മര്യാദയ്ക്ക് എണീറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല. പാപ്പാനെ ഇരുത്താനുള്ള ഒരു സഹായമാണ്. നമ്മൾ കണ്ടില്ലേ, ഒരുപാട് വീഡിയോകൾ കണ്ടില്ലേ, എണീറ്റ് നടക്കാൻ കഴിയാത്ത ചെക്കന്മാര് വരെ വന്ന് നിസ്കരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, റസൂലുള്ളാഹ് പഠിപ്പിച്ച ഏറ്റവും വലിയ നിഅമത്തായിക്കൊണ്ട് റസൂലുള്ളാഹ് പഠിപ്പിച്ച ആഫിയത്താണ്, ആരോഗ്യം. അതൊക്കെ നമുക്കുണ്ട്. എല്ലാം അൽഹംദുലില്ലാ നമ്മൾ നിർഭയത്വരാണ്. നിർഭയത്വം, അമ്നി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനേക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അമ്ന നഷ്ടപ്പെട്ടപ്പോ അവരിലേക്ക് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങി എന്നുള്ളത്. ആ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിന്റെ 33-ാമത്തെ ആയത്ത് നമ്മൾ പ്രത്യേകം ഇന്ന് പോയിട്ടോ നാളെ ആയിട്ട് മാനി മൗലവിയുടെ തഫ്സീറൊക്കെ എടുത്തൊന്ന് വായിക്കണം. ആ കഥ നമുക്ക് പഠിക്കണം. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാർക്ക് കൊടുത്ത ശിക്ഷ, എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ കഥകൾ നമുക്ക് പറഞ്ഞത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ശിക്ഷയുടെ കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് വരണം, അല്ലാഹ് അൽഹംദുലില്ലാ ഈ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. ഒരു ശബ്ദം കൊണ്ട് അങ്ങനെ മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റും? ആലോചിച്ചു. നമ്മൾ ശബ്ദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ ശിക്ഷ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മലക്കുകളുടെ ചിറക് കൊണ്ട് ഭൂമി അങ്ങനെ തന്നെ എടുത്തുയർത്തിയിട്ട് അങ്ങനെ തന്നെ കീമേൽ മറിച്ചിട്ട് അടിച്ചങ്ങ് നിലത്ത് കിട്ടുന്നു. അത്രയും വലിയ പാപം അവർ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി കീമേൽ മറിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ അസറായിക്കൊണ്ട്, അടയാളമായിക്കൊണ്ടാണ് ഇന്നും ചാവുകടൽ അവിടെ ബാക്കിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ബാക്കിയാക്കി വെച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്കൊരു പാഠം. അതൊക്കെ കാണുമ്പോൾ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഓർമ്മ. പക്ഷേ ഇങ്ങനത്തെ ഒരു ശിക്ഷയില്ലാലോ, എന്നും ശിക്ഷ ഇറങ്ങാൻ പറ്റൂല. നമ്മളൊക്കെ ഒരുമിച്ച് ഇസ്തിഗ്ഫാർ ധാരാളമായി കൊണ്ട് ചെല്ലുക. ഇസ്തിഗ്ഫാർ എല്ലാം വലിയ സമയമൊന്നും ആവശ്യമില്ല. അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കൂല. നമ്മള് വർത്താനം പറയുന്നതിന് ഒരു പരിധിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പോകുമ്പോൾ വരുമ്പോൾ ഉറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടച്ചോനെ പുറത്തുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മഹാനായ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ-ബദർ ഹഫിദഹുല്ലാഹ് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഇങ്ങനെ പറയുന്ന ക്ലാസ്സിൽ അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്. എന്താ സയ്യിദുൽ ഇസ്തിഗ്ഫാർ? നമ്മൾ ഓരോരുത്തരും അറിയണം.
നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ഏതൊക്കെ ജാതി മനുഷ്യന്മാരാണെങ്കിലും നമ്മളൊക്കെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ രാവിലെ ഇസ്തിഗ്ഫാർ, രാവിലെ എന്ന് പറഞ്ഞാൽ സുബഹിയുടെ സൂര്യോദയത്തിന് മുമ്പായിക്കൊണ്ട്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിറ്റേ പകലായി മാറി. രാത്രിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ശരിക്കും സുബഹിയാണ്. രാത്രിയുടെ അവസാനമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് സുബഹിയാണ്. പകല് തുടങ്ങുന്നത്, നിസ്കാരത്തിന്റെ ഓർഡർ പോലും തുടങ്ങുന്നത് സുബഹി കൊണ്ടല്ല, ളുഹർ കൊണ്ടാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ നമ്മൾ ഖാത്തിമ ചെയ്യേണ്ടത്, മുദ്ര വെക്കേണ്ടത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. അപ്പൊ രാത്രിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ സുബഹി സമയമാണ്, അതാ സൂര്യോദയത്തിന്റെ മുമ്പ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെല്ലാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങൾ രാത്രിയെ അവസാനിപ്പിക്കുക, അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അഅബുദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത്രയാണ് പ്രാർത്ഥന. ഇത് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഒരാൾ ആ സമയത്ത് പ്രാർത്ഥിച്ച് വൈകുന്നേരം അതിന്റെ മുമ്പ് ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രാർത്ഥന പഠിക്കാൻ തന്നെ സമയം, ഇതിനൊന്നും വലിയ സമയം വേണ്ട. ഒരു 5 ദിവസം നോക്കി ചെല്ലിയാൽ മതി ഫോണിൽ, 6ാമത്തെ ദിവസം മനപ്പാടാവും. ഗ്രൂപ്പിലാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ രാത്രിയുടെ അവസാനം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ തുടക്കം പകലിന്റെ അവസാനപ്പെട അസറിന് മഗ്‌രിബിന്റെ മുമ്പാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. രാത്രിയും അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ട്, പകലിനെയും അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ട്. അഥവാ എപ്പോഴും ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങൾ കൊണ്ടും, ജീവിതത്തിന്റെ എല്ലാ നല്ല മേഖലകളും ഇസ്തിഗ്ഫാറുകൾ കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ മുദ്ര വെക്കുക. നിസ്കാരം അവസാനിപ്പിച്ച ഫസ്റ്റ് ചെല്ലേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ഫസ്റ്റ് ചെല്ലേണ്ടത് ഇസ്തിഗ്ഫാറാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വൈകുന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൈകുന്നേരം ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ പിറ്റേന്ന് പകലിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് ഏറ്റവും കൂടുതൽ ചൊല്ലി പഠിക്കുക. പിന്നെ വേഗം പോയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിയിട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കുക. ഒരു 5 ദിവസം, വലിയ ടൈമൊന്നും വേണ്ടതിന്. ഒന്ന് കാറിൽ പോകുമ്പോൾ, ജോലിക്ക് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എപ്പോൾ പോവുകയാണെങ്കിലും സുബഹിസ്കരിക്കാൻ നമ്മൾ എണീക്കുമല്ലോ, ഉറപ്പാണല്ലോ, പള്ളിയിലും പോകുമല്ലോ. ആ സുബഹിസ്കാരം കഴിഞ്ഞ് ഒന്ന് മയങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ വണ്ടിയിലായിക്കൊണ്ടിരിക്കും അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത 1 മിനിറ്റ് തയ്ച്ചു വേണ്ട. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതുകയാണെങ്കിൽ പോലും 1 മിനിറ്റ് വേണ്ട, അത് ചെല്ലുക. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ തിരിച്ചു വരുമ്പോൾ അത് ചെല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്ന സ്വർഗ്ഗമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ പണിയെടുക്കുന്നത്. ഈ ക്ലാസ്സിന് പോലും എന്തിനാ വന്നെന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് പരിഹാരമായിക്കൊണ്ട്, സൊല്യൂഷൻ ആയിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്ന്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പറഞ്ഞു തന്നില്ലേ. റസൂലുള്ളാഹി പോലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലിയ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്തിഗ്ഫാർ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിന്റെ വിഖ്യാതമായ ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തൂബാ, മംഗളമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തൂബാ, മംഗളമുണ്ട്. ആർക്കാണ് മംഗളമുള്ളത്? തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി, പരലോകത്തൊരാൾ അവന്റെ ഏടിൽ, അഥവാ നമുക്കൊക്കെ വലത് കൈയിലൂടെയും ഇടത് കൈയിലൂടെയും രേഖ ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് സുനനു അബൂദാബിദിലും തിർമിദിയിലും കാണാൻ സാധിക്കും. തൂബ, മംഗളമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. ആർക്കാണ് സന്തോഷ വാർത്ത? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ഒരാൾ പരലോകത്ത് അവന്റെ ഏടിൽ കൂടുതലായിക്കൊണ്ട് ഇസ്തിഗ്ഫാറിനെ കണ്ടു കഴിഞ്ഞാൽ അവന് സന്തോഷ വാർത്തയുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇതിനേക്കാൾ ഈ ഒരു ഹദീസ് പോലെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പറയാൻ അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പ് നൽകുക, സന്തോഷ വാർത്തയുണ്ട്, മംഗളമുണ്ട്. പരലോകത്തെ ഏട് തുറന്നാൽ കൂടുതൽ അങ്ങനെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ പഠിക്കാൻ സുഖമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്കേശുള്ള പ്രാർത്ഥന, എല്ലാ സുബഹിക്കേശും റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബൽ. അതിൽ ഫസ്റ്റ് ഇൽമൻ നാഫിയ എന്ന് പറഞ്ഞാൽ ഇൽമ അമലാക്കാനുള്ള തൗഫീഖ് കിട്ടുക എന്നാണ് ഇൽമുൻ നാഫി എന്ന് പറഞ്ഞാൽ.
ഇതൊക്കെ നമ്മൾ കേട്ടിട്ടും എന്നിട്ടും നമുക്ക് തിരിച്ച് നടന്നു പോകുമ്പോൾ ഇസ്തിഗ്ഫാർ ചെല്ലാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തൗഫീഖില്ലായ്മയായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ ഒരു സൗഭാഗ്യത്തെ ചോദിക്കുക, മനസ്സ് നല്ല ശ്രദ്ധ കൊടുക്കുക. ഇതിങ്ങനെ ശീലിപ്പിച്ച ഉപകാരം എന്താ പറയുക, ഒഴിഞ്ഞു വെക്കുമ്പോൾ നമ്മളൊരാൾ സത്യം പറയണം. നമ്മൾ ഈ ധാരാളം ദിക്ർ എന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി, ഓരോടൊക്കെ ചോദിച്ചാൽ ഓരൊക്കെ പറയുന്ന ഒരു കോമൺ അനുഭവം ഉണ്ട്. ഈ ദിക്ർ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് ദിക്ർ ഇങ്ങനെ വായിൽ വന്നു, അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ വന്നു. ഒരു റോട്ടിലേക്ക് ഇറങ്ങാണ്, ഒരു ഹറാമ് കണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെ ഈ നാവിൽ ഇങ്ങനെ ദിക്ർ ഇങ്ങനെ ശീലിച്ചാലുള്ള ഉപകാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാറും ദിക്റുകളും ചെല്ലാണ് മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഒരാൾ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നമുക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ എല്ലാ ദുആയിലും നമ്മൾ കേൾക്കാറുണ്ട്, ഏറ്റവും അവസാനം ദുആയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എപ്പോഴും നമ്മൾ എന്ത് പ്രാർത്ഥിക്കും അവസാനം ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ നമുക്കും അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലക്കുകളുടെ പ്രാർത്ഥന മലക്കളെക്കാളും വലിയ ശുദ്ധന്മാരായ മനുഷ്യൻ ലോകത്താരാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന് അത്രയും മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വഹീഫത്തിൽ നാളെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഏടിൽ ധാരാളമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളുടെയും നമ്മുടെ കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇസ്തിഗ്ഫാറിനെ കൊണ്ട് ധാരാളം നിഅമത്തുകൾ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم والسلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.